രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ അതാ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. കുട്ടയും വട്ടകവും എല്ലാ സംഭവങ്ങളും എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാം എടുത്ത് ചട്ടിപ്പെറുക്കി ഇറങ്ങിയാലും നമുക്ക് തോന്നും പിന്നെ എന്തെങ്കിലും എടുത്തില്ലേ, അത് എടുത്തോ ഇതെടുത്തില്ലേ, നല്ല കൺഫ്യൂഷൻ ആണ്. പിന്നെ നമ്മൾ വൈറ്റ് മെൽസ്ട്രോമ നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ. നമ്മളെ ഗേറ്റ് കുറച്ച് നല്ല ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നീക്കലും വലിക്കലും തന്നെ നല്ലൊരു പണി. അപ്പോൾ അത് നമ്മളൊന്ന് സെറ്റ് ചെയ്യാനുള്ളൊരു സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നേരെ കിടന്ന് പറഞ്ഞായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ആ കുട്ടിപ്പട്ടാളംസ് ഒക്കെ സെറ്റാണ്, റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് അവർ കാത്ത് നിൽക്കുകയായിരുന്നു. ഒരു നല്ല ഫുഡൊക്കെ സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോഴേക്കും മക്കൾസ് ഇരുന്ന് കഴിച്ചു. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു, വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ ഐറ്റംസും, പിന്നെ വിത്ത് പപ്പടം, പഴം, പായസം. ഇപ്പോൾ ഒരു അടിപൊളി സദ്യ കേട്ടോ. അങ്ങനെതാ എന്തൊക്കെയാണ് ഒഴിച്ചുകറി ഞാൻ കാണിച്ചു തരാം. നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ അടിപൊളി മാമ്പഴ പുളിശ്ശേരി, പിന്നെ വെള്ളരിക്കയും പരിപ്പും തക്കാളിയും കൂടെ വേറൊരു കറിയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചിക്കൻ ഫ്രൈ അല്ല, മീൻ ഫ്രൈ ആണ്. പിന്നെ ചിക്കൻ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടിച്ചക്ക തോരൻ, പിന്നെ മാങ്ങ അച്ചാറ്, പപ്പടം, പഴം, പായസം. പിന്നെ വിഷു സ്പെഷ്യലായിട്ടുള്ള നമ്മളെ ഉണ്ണിയപ്പവും നെയ്യപ്പവും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ എന്ന് പറഞ്ഞാൽ വിഷുവിന് തലേ ദിവസം നല്ല ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ ഉണ്ടാക്കിയിട്ടും ചിക്കൻ കറിയും കൂട്ടിയിട്ട് അടിച്ച് മിനുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. അതായത് കാരണന്മാർക്ക് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോൾ പല വീടുകളിലും അതില്ല. പക്ഷേ അത് നിന്ന് പോയെങ്കിലും നമ്മൾ നെയ്യപ്പവും ചിക്കൻ കറി ഉണ്ടാക്കുന്ന പരിപാടി നമ്മൾ ആരും നിർത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു. അമലുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെയ്യപ്പം ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ അവൻ ചോറിൻ്റെ കൂടെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കൾസൊക്കെ കഴിച്ചതാ അവരുടെ സ്ഥിരം കലാപരിപാടി അവിടെ ആരംഭിച്ചിട്ടുണ്ട്. തകർക്കൽ. പിന്നെ അതാ ഞങ്ങളും കൂടെ കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിക്കാനിരുന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലും ചൂടും ഒക്കെ അല്ലേ. പിന്നെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൊതി അങ്ങോട്ട് നിന്നില്ല കേട്ടോ. വേഗം നല്ല അടിച്ച് മിന്നാൻ തുടങ്ങി. ഞാൻ മാമ്പഴ പുളിശ്ശേരി ഒരുപാട് കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നേ. ഈ വർഷം ആദ്യമായിട്ടാണ് ഞാൻ മാമ്പഴ പുളിശ്ശേരി കഴിക്കുന്നത്. അങ്ങനെ ഇപ്രാവശ്യത്തെ വിഷു സദ്യ അങ്ങോട്ട് അടിപൊളിയായിട്ട് കേട്ടോ. എല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് എങ്ങനെ കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി എന്നായി. പക്ഷെ മക്കളുടെ ഈ തകർക്കൽ കാരണം നമുക്കൊരു ഭാഗത്ത് കിടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. എല്ലാവരും കൂടിയ വീട് അങ്ങോട്ട് തിരിച്ചു വെക്കിയതാണ് കേട്ടോ പരിപാടി. പിന്നെ കുഞ്ഞുമക്കൾസ് ഇതാ എല്ലാവരും കൂടെ വാനിൽ കയറിയിട്ട് അവരവരുടേതായ പരിപാടിയിലാണ് കേട്ടോ. പിന്നെ നല്ല വെയിലാണ്, അടിപൊളി വെയിൽ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ. അമ്മ താ തുളസി ചേച്ചിക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും കുറേ നേരം ചേച്ചീൻ്റെ അത് സംസാരിച്ചു. പിന്നെ അത് ഓരോരുത്തർ ചെവിയും കണ്ണൊക്കെ പൊത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവിടെ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് താട്ടം വിളക്കൊക്കെ കത്തിച്ച് വന്നിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അത് കണ്ടിട്ട് മണിക്കൂട്ടന് ഭയങ്കര പേടിയാണ് കേട്ടോ. പടക്കം പൊട്ടിച്ചിട്ടത് നേരതാ കാശിത്തുമ്പേൻ്റെ മോളിക്കാണേ. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങോട്ട് പൊട്ടി പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ.